നിങ്ങൾ ഒരു താഴ്ന്ന സ്ഥാനത്ത് നിന്ന് ഉയർന്ന സ്ഥാനത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി മാറ്റേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഉയർന്ന സ്ഥാനത്തായതുകൊണ്ട് നിങ്ങൾ മുമ്പ് പെരുമാറിയിരുന്നതുപോലെ പെരുമാറാൻ പാടില്ല. നിങ്ങൾ ഒരു കമ്പനിയുടെ ഡയറക്ടറാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ വെറുമൊരു ജീവനക്കാരനായിരുന്നപ്പോൾ പെരുമാറിയിരുന്നതുപോലെ നിങ്ങൾ പെരുമാറില്ല. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം മാറ്റണം. നിങ്ങൾ ഒരു ഉയർന്ന സ്ഥാനത്താണ് എന്ന് കാണിക്കണം. നിങ്ങളുടെ സ്ഥാനത്തെ നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതി നിങ്ങളുടെ മനോഭാവത്തെ പ്രതിഫലിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപകൻ റീസെറ്റ് എന്ന് പറഞ്ഞത്. അതിനാൽ നമ്മൾ ഉള്ളിൽ ആയിരിക്കുമ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യണം. നമ്മൾ ഉയർന്നുവന്നു എന്ന് അദ്ദേഹത്തെ കാണിക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ സ്ഥാനവും മാറ്റണം. അതിനാൽ ഈ രണ്ടും ഒരുമിച്ച് പോകുന്നു. നിങ്ങൾ റീസെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പോകുന്നു. എന്നിട്ട് അദ്ദേഹം റീഫോക്കസ് എന്ന് പറയുന്നു. റീഫോക്കസ് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെ ഒരു കമ്പനിയുടെ ഡയറക്ടറായി നിയമിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനം ഉയർന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സ് റീസെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങൾ മീറ്റിംഗിന് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. കമ്പനിയുടെ നടപടിക്രമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾ വളരെ നന്നായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ വന്നിരുന്ന് എനിക്കൊരു വിഷയമില്ല എന്നോ മറ്റോ പറയരുത്. ഇല്ല, നിങ്ങൾ അവിടെയായിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ശ്രദ്ധ കൊടുക്കണം. നമ്മളെല്ലാവരും പറയുന്നതുപോലെ നമ്മൾ ബഹുമാനമുള്ളവരായിരിക്കണം. പക്ഷേ നമ്മൾ റീഫോക്കസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കണം. ഞാൻ വിക്ടറി വിത്ത് ആഷിലുള്ളതുകൊണ്ട് എനിക്കൊരു വിഷയമില്ല, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാം എന്ന് പറയരുത്. ഇല്ല, നമ്മൾ ബഹുമാനമുള്ളവരായിരിക്കണം. അതുപോലെ നമ്മൾ വിനയമുള്ളവരായിരിക്കണം. അതിനാൽ ഈ വാക്ക് ഒരുമിച്ച് പോകുന്നു. നമ്മൾ റീഫോക്കസിലേക്ക് പോകുമ്പോൾ നമ്മൾ പരസ്പരം വിനയമുള്ളവരായിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. ഇത് ബൈബിളിലുണ്ട്. സദൃശവാക്യം ഉച്ചതിരിഞ്ഞ് 3 മണി കഴിഞ്ഞ് 33 ഇലുണ്ട്. വിനയം മഹത്വത്തിന് മുൻപേ വരുന്നു. അതിനാൽ നിങ്ങൾ പോയി വായിക്കുക. നമ്മൾ വിനയമുള്ളവരായിരുന്നാൽ നമ്മൾ അത് ചെയ്യും, വിനയം പിന്തുടരും, എന്നിട്ട് നമ്മൾ നന്നായിരിക്കും. അതാണ് മിസ്റ്റർ ആഷ് ഇന്ന് നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അതിനാൽ ഉയരുക, പുനഃസജ്ജമാക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ പ്ലാൻ ചെയ്യുന്നതുപോലെ ചെയ്യുക, മിസ്റ്റർ ആഷ് ആവശ്യപ്പെടുന്നതുപോലെ ചെയ്യുക. അപ്പോൾ മഹത്വം വരുമെന്നും നമ്മൾ എല്ലാവരും ഉയർന്ന മലയിൽ ആയിരിക്കുമെന്നും എല്ലാം വരുമെന്നും നമ്മൾ കാണും. മിസ്റ്റർ ആഷ് പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ. നന്ദി. ഞാൻ ഇവിടെ നിർത്തുന്നു. മികച്ചത്, മികച്ചത്, മികച്ചത്. വളരെ നന്ദി. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് എന്നെ ആകർഷിച്ചു. നിങ്ങൾ റൈസിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് നിങ്ങൾക്ക് ശരിക്കും ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച വഴിയാണ്. നിങ്ങൾ റൈസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒരു താഴ്ന്ന സ്ഥാനത്ത് നിന്ന് ഉയർന്ന സ്ഥാനത്തേക്ക് ഉയരുന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. അത് നന്നായി പറഞ്ഞു. വിക്ടറി വിത്ത് ആഷ് നമ്മെ ഉയർത്താൻ പോകുകയാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത് നമ്മെ ഉയർത്താൻ പോകുകയാണ്. അതൊരു ഉയർന്ന ഉയർത്തൽ പ്രക്രിയയാണ്. ഞാൻ ഇവിടെ കുറിച്ചുവെച്ചു, വിക്ടറി വിത്ത് ആഷ് സമം ഉയർച്ചയും ഉയർത്തലും, വിക്ടറി വിത്ത് ആഷ് സമം റൈസ് ആൻഡ് എലിവേറ്റ്. ഇത് വെറും വാക്കുകളല്ല. നിങ്ങൾ ഒരു മാറ്റം വരുത്താൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്താൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ പോകാൻ തയ്യാറാണ്. അപ്പോൾ റീസെറ്റിനെക്കുറിച്ച് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെഷീൻ റീസെറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നും നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പുതുതായി തുടങ്ങുന്നു, നിങ്ങളുടെ ചിന്താഗതി റീസെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു. നിങ്ങൾ ഇത് പറഞ്ഞതിലും മികച്ച രീതിയിൽ നമുക്ക് അത് പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനാൽ നിങ്ങൾ ഉയരുന്നു, നിങ്ങൾ പുനഃസജ്ജമാക്കുന്നു, നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങൾ ഉയരുന്നു, നിങ്ങൾ ഉയർന്ന സ്ഥാനത്തേക്ക് പോകുന്നു, നിങ്ങൾ സ്വയം ഉയർത്തുന്നു. നിങ്ങൾ ഒരു സിസ്റ്റം ഫാക്ടറി ഡിഫോൾട്ടിലേക്ക് റീസെറ്റ് ചെയ്യുന്നതുപോലെ സ്വയം പുനഃസജ്ജമാക്കുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ ശ്രദ്ധ കൊടുക്കുക എന്നാണ്. എന്റെ സഹോദര, ഇതിലും നന്നായി എനിക്ക് പറയാൻ കഴിയില്ല. വളരെ നന്ദി. നമുക്ക് മിസ്റ്റർ വി ആർ ഫൈനിലേക്ക് പോകാം. മിസ്റ്റർ വി ആർ ഫൈൻ. അതിനാൽ നിങ്ങൾ ഉയർന്ന് പുനഃസജ്ജമാക്കി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ നന്നായിരിക്കുമോ? ഹായ് എല്ലാവർക്കും ഹായ്. എന്റെ സഹോദരൻ ബോബിന് നന്ദി, സഹപ്രവർത്തകർക്ക് നന്ദി, വിൻസെന്റിന് നന്ദി. ഞങ്ങൾക്കിപ്പോൾ നിങ്ങളെ രണ്ടും ബോബിനെയും നിർത്തിവെക്കാൻ കഴിയും. എന്റെ ആമുഖം ശരിക്കും, നിങ്ങൾക്കറിയാമോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. റൈസ്, റീസെറ്റ് എന്നിവയേക്കാൾ ഞാൻ ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് റീഫോക്കസിലാണ്. മിസ്റ്റർ ഫോക്കസ്, മിസ്റ്റർ മോർ എന്നിവരെപ്പോലെ. എന്റെ സഹോദരങ്ങൾ ഇവിടെ കാര്യങ്ങൾ നന്നായി അവതരിപ്പിച്ചു. ഈ പ്ലാറ്റ്ഫോമിന് മിസ്റ്റർ ആഷിനോട് ഞാൻ ശരിക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ പ്ലാറ്റ്ഫോം, വിക്ടറി വിത്ത് ആഷ്, ഞാൻ പല തവണ കടന്നുപോയിട്ടുണ്ട്. എല്ലാവരും ആ പ്ലാറ്റ്ഫോമിൽ പോകണം എന്ന് ഞാൻ പറയും. നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ അറിയും. ആ പ്ലാറ്റ്ഫോമിൽ പോയി വായിക്കുക. വായിക്കാൻ വേണ്ടി മാത്രം വായിക്കരുത്, വായിച്ച് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അത് നിങ്ങളിലേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴേക്കും നിങ്ങൾ പറക്കുകയായിരിക്കും. നിങ്ങൾ XXX പോലെ നന്നായിരിക്കും.
കാരണം എന്താണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. റൈസ് ചെയ്തു, റീസെറ്റ് ചെയ്തു, ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് നിങ്ങൾക്കറിയാം. കാരണം ആ പ്ലാറ്റ്ഫോം മാത്രം നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാറ്റ്ഫോമിലൂടെ 10-ൽ-അധികം തവണ കടന്നുപോയത്. ഞാൻ ബെനിഫിറ്റ്, നേട്ടം, ട്രെയിനിങ്, പരിശീലനം, ബെനിഫിറ്റ് എന്നിവിടങ്ങളിൽ പോകും. ഞാൻ ഹോമിൽ പോകും. ഞാൻ സ്ക്രോൾ ചെയ്ത് താഴേക്കും മുകളിലേക്കും കളിക്കുകയും വായിക്കുകയും ചെയ്യും. ആ ഫോക്കസിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യമുണ്ട്. അത് ഇതാണ്: നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മുടെ കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിന്റെയും ക്ഷേമവുമായി നമ്മൾ സന്തുലിതമാക്കണം. ഈ പ്ലാറ്റ്ഫോം നമ്മെ പരിശീലിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതമൂല്യം വർദ്ധിപ്പിക്കുമെന്നാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ ഈ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കും. നമ്മുടെ ആശയവിനിമയം, നമ്മുടെ ശൈലി, കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, വിൻസെന്റ് വിനയത്തെക്കുറിച്ച് സംസാരിച്ചതുപോലെ അതുപോലെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുക എന്ന മിസ്റ്റർ ആഷിന്റെ പ്രധാന ദർശനവും പൂർത്തീകരണവുമാണ് ഇത്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിച്ചു. എന്നാൽ പോയി അത് വായിക്കുക. പ്രത്യേകിച്ച് ആ ബെനിഫിറ്റ്, ട്രെയിനിങ്, ബെനിഫിറ്റ് എന്നിവ വായിക്കുക. പരിശീലനത്തിൽ 2 വിഭാഗങ്ങളുണ്ട്. ആദ്യ വിഭാഗത്തിൽ 5-6 ബുള്ളറ്റ് പോയിന്റുകളും അവസാനത്തേതിൽ 5-6 ഉണ്ട്. പോയി അവ വായിക്കുക. നിങ്ങൾ അത് വായിക്കുമ്പോൾ ആ പരിശീലനം പൂർത്തിയാക്കുന്നതിനു മുമ്പ് നിങ്ങൾ പറക്കുമെന്നുള്ള മൂല്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നമ്മുടെ ദർശനത്തെ വ്യക്തിപരമായ വിജയത്തിനപ്പുറം വികസിപ്പിക്കാനും പോകുന്നു. ഇത് നമ്മുടെ ദർശനത്തെ വികസിപ്പിക്കും, നിങ്ങൾക്കറിയാമോ? അതിനാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് നിങ്ങൾ കാണും. നിങ്ങൾ സ്വയം ജീവിതത്തിൽ ഒരിക്കലും പഴയതുപോലെ ആകില്ല, നിങ്ങൾക്കറിയാമോ? കാരണം ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ബഹുമാനമുള്ളവരായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെത്തന്നെ മറ്റൊരു ലോകത്ത് കാണും. അതാണ് മിസ്റ്റർ ആഷ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് അദ്ദേഹം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ആളുകൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർ വിളിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ പ്രവേശിക്കുമോ? ഞാൻ പ്രവേശിക്കുമോ? ടെക് ബ്രോസ് അകത്തുകയറുമോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. ദയവായി ശ്രദ്ധിക്കുക, മിസ്റ്റർ ആഷ് ഈ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തത് ശുഭാപ്തിവിശ്വാസത്തോടെ വരാൻ ആഗ്രഹിക്കുന്ന ആർക്കും അതിൽ ഇടവും അവസരവും നൽകിക്കൊണ്ടാണ്. എല്ലാവരും ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് നല്ല സ്വഭാവമുണ്ടെങ്കിൽ, കമ്പനിയുടെ ദർശനം അറിയാമെങ്കിൽ, നിങ്ങൾ ബഹുമാനമുള്ളവനാണെങ്കിൽ നിങ്ങൾ അകത്തുണ്ടാകും. അതിനാൽ ദയവായി പരിഭ്രാന്തരാകരുത്. നമ്മൾ നന്നായിരിക്കും. നമ്മൾ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിരിക്കും. എല്ലാവരും അകത്തുകടക്കുമെന്ന് അറിയുക. ഇത് എല്ലാവർക്കും തുല്യ അവസരമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം ഏതെങ്കിലും വിധത്തിൽ വർദ്ധിപ്പിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കഴിയും. എന്നാൽ എല്ലാവരോടും ഞാൻ ഉപദേശിക്കുന്നു, പോയി വായിക്കുക. എന്റെ സ്വന്തം ന്യൂസ് 17-ൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. വിമാനത്തിലെ യാത്രയെക്കുറിച്ചുള്ള ഒരു ഉപമ. അത് എന്റെ മനസ്സിനെ ആകർഷിച്ചു. അതെ, ആദ്യത്തെ ആളുകൾ ഉണ്ടാകാം. ആദ്യത്തെ കൂട്ടർ അകത്ത് പ്രവേശിക്കുന്നു, രണ്ടാമത്തെ കൂട്ടർ അകത്ത് പ്രവേശിക്കുന്നു. പക്ഷേ നമ്മളെല്ലാവരും അകത്ത് കടക്കുമെന്ന് ഓർക്കുക. എന്നാൽ അകത്ത് കടക്കുന്ന ചില ആളുകൾ എയർ ഹോസ്റ്റസുമാരെപ്പോലെ നമ്മെ സഹായിക്കാൻ തുടങ്ങും. അവർ നിർദ്ദേശങ്ങൾ നൽകും. നോക്കൂ, ഇതാണ് നിങ്ങളുടെ സീറ്റ്, സീറ്റ് നമ്പർ ഇതാണ് നിങ്ങളുടെ സീറ്റ്, നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറയും. ഞങ്ങളുടെ സിഇഒ ആയ മിസ്റ്റർ ആഷ് മുഴുവൻ വിക്ടറി വിത്ത് ആഷിനെയും ക്രമീകരിച്ചിരിക്കുന്നതും തന്ത്രം മെഞ്ഞിരിക്കുന്നതും നമുക്ക് സുഖകരമായിരിക്കാൻ വേണ്ടിയാണ്. വിമാനത്തിൽ കയറുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അതിനെ താഴേട്ട് വിശ്രമിക്കുകയും ഷാമ്പെയിൻ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കുടിക്കുകയും ചെയ്യും. നമ്മൾ പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്ന ആ സുഖസൗകര്യ മേഖല അതാണ്. നമ്മുടെ മൂല്യം, ഞാൻ മൂല്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തുടരുകയാണ്. നമ്മുടെ സിഇഒ ആയ മിസ്റ്റർ ആഷിന് നമ്മൾ ഒരു ഹസ്തദാനം നൽകണം, കാരണം എല്ലാവർക്കും നന്നായിരിക്കാൻ കഴിയുന്ന ഒരു മികച്ച സ്ഥാനത്ത് അദ്ദേഹം നമ്മെ എത്തിച്ചു. അതിനാൽ ദീർഘമായി ശ്വാസമെടുത്ത് വിശ്രമിക്കുക. നിങ്ങൾക്കറിയാമോ, എല്ലാവരും വിശ്രമിക്കുക. ഇത് നമ്മുടെ ദർശനത്തെ വ്യക്തിപരമായ വിജയത്തിനപ്പുറം വികസിപ്പിക്കാൻ പോകുകയാണ്. അതിനാൽ നിങ്ങൾ എത്രത്തോളം വിജയകരമാണെങ്കിലും അതിനെ എത്രകൊണ്ട് വേണമെങ്കിലും ഗുണിക്കുക, പക്ഷേ ബഹുമാനമുള്ളവരായിരിക്കുക, കൂടാതെ മനുഷ്യരാശിയിൽ സ്വാധീനം ചെലുത്തുക എന്ന കമ്പനിയുടെ ദർശനം ഉറപ്പാക്കുക. നമ്മളെല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന മിസ്റ്റർ ആഷിന്റെ വ്യക്തിപരമായ ഒരു പൂർത്തീകരണമാണിത്. നമ്മൾ അത് പൂർത്തിയാക്കണം. അത് നിർബന്ധമല്ല, അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. പക്ഷേ അത്യാഗ്രഹം കാണിക്കരുത്. അത്യാഗ്രഹം കാണിക്കരുത്. മിസ്റ്റർ ആഷ് തന്റെ സമയവും പണവും ചെലവഴിച്ച് നമ്മെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. നമ്മൾ അതിനെ ബഹുമാനിക്കുകയും വേണം. നമ്മൾ അതിനെ ബഹുമാനിക്കുകയും മനുഷ്യരാശിയിൽ സ്വാധീനം ചെലുത്തുക എന്ന ആ പ്രത്യേക ഭാഗത്തെ ബഹുമാനിക്കുകയും ചെയ്യണം. ദയവായി എന്റെ സഹോദരൻ വി പറഞ്ഞതുപോലെ പരസ്പരം ബഹുമാനിക്കുകയും വിനയം കാണിക്കുകയും വേണം. ഈ പരിശീലനം നമ്മെ പരിശീലിപ്പിക്കാൻ പോകുന്നുവെന്ന് എനിക്കറിയാം. നമ്മുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ല. ജീവിതത്തിന്റെ എല്ലാ രൂപങ്ങളിലും നമ്മൾ നന്നായിരിക്കും. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ സഹോദരൻ ബോബിനോട് നന്ദി പറഞ്ഞു നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും, തീർച്ചയായും, തീർച്ചയായും. എന്റെ സഹോദരൻ ഒലിവർ, നിങ്ങൾക്ക് വളരെ നന്ദി. നിങ്ങൾ റീഫോക്കസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിങ്ങൾ പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു. അത് ഈ മീറ്റിംഗിന്റെ അവസാനം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരുന്നു. നിങ്ങൾ ഞങ്ങളോട് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ സന്തുലിതമാക്കാൻ പറഞ്ഞു.
എന്നിട്ട് നിങ്ങൾ പരിശീലനത്തെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ചുമുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനാൽ എല്ലാവരും പോയി പരിശീലനത്തെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ചുമുള്ള ഭാഗം നോക്കണം. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ന്യൂസ് 17ലേക്കും വിമാനത്തിൽ കയറുന്ന പ്രക്രിയയിലേക്കും തിരികെ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ അതിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ നമ്മളിൽ മിക്കവർക്കും അറിയാവുന്നതുപോലെ ചില ആളുകൾ ഇതിനകം വിമാനത്തിൽ കയറിത്തുടങ്ങി. എല്ലാവരും ഒരു ജംബോ ജെറ്റാണ്. എന്റെ സഹോദരൻ ഒലിവർ പറഞ്ഞതുപോലെ എല്ലാവരും അകത്ത് കടക്കാൻ പോകുകയാണ്. അവസാനം മിസ്റ്റർ ആഷ് ചെയ്യുന്നതും കടന്നുപോകുന്നതുമായ എല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ഈ ലോകം വിട്ടുപോകുമ്പോൾ ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ കാര്യം പറയുന്നു. അതിനാൽ നമ്മൾ മറ്റൊരു റൗണ്ട് കൂടി ചെയ്യാൻ പോകുകയാണ്, എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കും. അതിനാൽ എന്റെ സഹോദരൻ കോളിൻസ്, വാരാന്ത്യത്തിൽ പോകുമ്പോൾ ഞങ്ങളോട് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമുണ്ടോ? നന്ദി. ഒലിവറിനോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യമുണ്ട്. ഒലിവർ കയറുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് എന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ ഉണർത്തി. ഞാൻ എല്ലാവരോടും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: നിങ്ങൾ ആദ്യം വരുന്നുണ്ടോ അവസാനമാണോ വരുന്നത് എന്നത് ഒരു വിഷയമല്ല. നമ്മൾ എല്ലാവരും ഒരേ ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്. അത് ഒരു വിഷയമല്ല. അതിനാൽ ഞാൻ എന്തുകൊണ്ടാണ് അവിടെയില്ലാത്തത് എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. എന്തുകൊണ്ട് അത് നിങ്ങളെ സഹായിക്കില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേയൊരു കാര്യം, ഞാൻ വിക്ടറി വിത്ത് ആഷിൽ പ്രവേശിക്കാൻ യോഗ്യനാണോ എന്നതാണ്. നിങ്ങൾ ആ വിമാനത്തിൽ കയറിക്കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനം ഒന്നാണ്. നമ്മൾ എല്ലാവരും ഒരേ ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വിമാനം നിങ്ങളെ പിന്നിൽ ഉപേക്ഷിക്കില്ല. നിങ്ങൾ ആ വിമാനത്തിൽ പ്രവേശിക്കുമ്പോൾ വിമാനം എല്ലാവരുമായി പറക്കുന്നു. എന്നാൽ വിക്ടറി വിത്ത് ആഷിനുള്ളിൽ ഒലിവർ പറഞ്ഞതുപോലെ ഇതൊരു പരിശീലന പരിപാടിയാണ്. നമ്മൾ ആ പരിശീലന പ്രക്രിയയിലൂടെ കടന്നുപോകണം. ഇപ്പോൾ നിങ്ങൾ വിമാനത്തിൽ കയറണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കണം. നിങ്ങൾ വിമാനത്തിൽ കയറുന്ന നിമിഷം അത് നന്നായിരിക്കും. ആ പ്രക്രിയയിലൂടെ കടന്നുപോകുക, അത് നന്നായിരിക്കും. വിമാനം നമ്മെ വലുതും ധീരവും മനോഹരവുമായ സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് വിക്ടറി വിത്ത് ആഷ് എന്നത് അവസാന ലക്ഷ്യമല്ല. ഇത് ഒരു പരിശീലന പ്ലാറ്റ്ഫോമാണ്. അവിടെ നമ്മൾ എല്ലാവരും ഒരേപോലെ പരിശീലനം നേടും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒലിവർ, ബോബ്, വിൻസെന്റ്, നമ്മൾ എല്ലാവരും ഒന്നുമില്ലാത്തവരാണ്. പരിശീലനം എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അവിടെ പോയിട്ടില്ല. പക്ഷേ നമ്മൾ എല്ലാവരും ഒരേ പരിശീലനവും ഒരേ കോഴ്സും ഒരേ കാര്യങ്ങളും എടുക്കും എന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് ഞങ്ങൾ. നിങ്ങൾ പിന്നിലായി പോകുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം കഴിവില്ലായ്മ കാരണമാണ്. നിങ്ങൾക്ക് മിസ്റ്റർ ആഷിനെ ഇനി കുറ്റപ്പെടുത്താൻ കഴിയില്ല. എനിക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, കാരണം അദ്ദേഹം ബോബിനും വിൻസെന്റിനും ഒലിവറിനും ക്രിസ് ജോൺസണും എല്ലാവർക്കും, സൂസി മക്രീക്കും റെഡ് റെഡ്ഫെയിനിനും നൽകിയ അതേ അവസരം എനിക്കും നൽകി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പരിശീലനത്തിൽ ചാടിവീണ് വിനയത്തോടും ബഹുമാനത്തോടും സഹകരണത്തോടും കൂടി ആഷ് പറയുന്നത് പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒലിവർ ബോബ് പറഞ്ഞതുപോലെ, എന്റെ സഹോദരൻ വിൻസെന്റ്, വിനയമാണ് പ്രധാനം, ബഹുമാനമാണ് പ്രധാനം, സഹകരണമാണ് പ്രധാനം. ഞങ്ങൾ സംസാരിക്കുന്ന തരത്തിലുള്ള വ്യക്തിയാകാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അനുസരണമാണ് പ്രധാനം. നിങ്ങളുടെ വായ അടച്ചിരിക്കുന്നതാണ് പ്രധാനം. അവർ എ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എ ചെയ്യുക, ബി ചെയ്യാൻ പറയുമ്പോൾ ബി ചെയ്യുക. കാരണം അവർ പറഞ്ഞതിന് വിരുദ്ധമായി നിങ്ങൾ പോയാൽ നിങ്ങൾക്കത് ആവശ്യമില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും. ഇത് ഇപ്പോൾ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഞങ്ങൾ 4 പേർ ഒരു കുടുംബമായിരിക്കാം, പക്ഷേ കാമറൂണിൽ ഒരു ചൊല്ലുണ്ട്: നിങ്ങളുടെ കഴുത്ത് നിങ്ങളുടെ തലയെ ചുമക്കുന്നു എന്ന്. ഓരോ വ്യക്തിയും സ്വന്തം തലയെ ചുമക്കുന്നു. ഞാൻ നിങ്ങളുടെ കുരിശ് വഹിക്കില്ല, നിങ്ങൾ എന്റെ കുരിശ് വഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അവിടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ വ്യക്തിഗതമായി പ്രവേശിക്കുന്നു, പക്ഷേ നമ്മൾക്ക് ഒരേ ദർശനവും ലക്ഷ്യവും ഉള്ളപ്പോൾ നമ്മൾ ഒരു വ്യക്തിയായി സഹകരിക്കുന്നു. നന്ദി ബോബ് സഹോദര, മികച്ചത്. നിങ്ങളുടെ ഈ അവസാന വാക്കുകൾക്ക് വളരെ നന്ദി. നമുക്ക് സഹോദരൻ വിൻസെന്റിലേക്ക് പോകാം. വിൻസെന്റ്, അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? നന്ദി ബോബ് സഹോദര. സംസാരിച്ചതിന് ഒലിവർ സഹോദരനും നന്ദി.